ഹായ്, ഇന്ന് നമുക്കൊരു സിമ്പിൾ ഐ മേക്കപ്പ് ലുക്ക് ചെയ്താലോ? ഞാനൊരു ഐ മേക്കപ്പ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിച്ചു തരാം. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ലെൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം എപ്പോഴും നിങ്ങൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് ലെൻസ് യൂസ് ചെയ്യുക. എന്നാൽ മാത്രം അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ഫുൾ ഫിനിഷിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെച്ച് താമസിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നല്ല പാടാണ് ഇത് വെക്കാൻ. ബട്ട് നമുക്കൊരു ഫുൾ കവറേജ് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പറ്റൂ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളർ കറക്റ്റിംഗ് ഓർ കൺസീലർ യൂസിങ് ആണ്. ഞാനിവിടെ കളർ കറക്റ്റിംഗ് ചെയ്തിട്ട് മാത്രമാണ് കൺസീലർ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് ഓറഞ്ച് ആണ് കുറച്ച് എന്താണ് എൻ്റെ സ്കിൻ ടോണായിട്ട് ബെസ്റ്റ് ആയിട്ട് നിൽക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. സോ ഇനി ഞാൻ ഒരു ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. കൺസീലർ യൂസ് ചെയ്യാം. ഞാനിവിടെ എന്നെക്കാളും ഒരു 2 ഷെയ്ഡ് ലൈറ്ററാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ കണ്ണിൻ്റെ ഫുൾ സൈഡ് ഞാൻ ബ്ലെൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോർണേഴ്സിൽ ഡാർക്കർ ഷെയ്ഡാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ 2 കോർണേഴ്സിൽ ഇതിനു വേണ്ടി ഞാൻ ചൂസ് ചെയ്യുന്നത് എൻ്റെ പാലറ്റിൽ ടെഡി എന്ന് പറഞ്ഞ കളർ ഉണ്ട്. ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ജസ്റ്റ് ട്രയൽ നോക്കാൻ വേണ്ടി വാങ്ങിച്ച പാലറ്റാണ്. പക്ഷേ ഇറ്റ്സ് ടു ഗുഡ്, നല്ല എന്താണ് കളർ ഷെയ്ഡ്സ് ആണ്. എൻ്റെ ഈ 2 ഉണ്ട്, കോംബോ ഓഫറിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇവിടുന്ന് ഞാൻ ഇനി ഇന്നർ കോർണറിലേക്ക് ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ബ്ലെൻഡ് ഔട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ കണ്ടോ, എൻ്റെ ക്യാമറ അത്ര നല്ല ക്യാമറ അല്ല. സോ എൻ്റെ മാക്സിമം ഞാൻ ഇതിൽ കിട്ടുന്ന രീതിയിൽ എടുക്കുന്നുണ്ട്. സോ ഈ ഒരു കണ്ണ് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തും ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ണിൻ്റെ 2 കോർണേഴ്സിലും പിന്നെ ഈ ഉള്ളിലോട്ട് വരുന്ന ഈ പോർഷനിലും ഞാൻ സെയിം കളറാണ് ഫിൽ ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ കുറച്ചൊന്ന് ഗ്ലിറ്ററി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ പേര് ഡേ ഡ്രീം എന്നാണ്. ഡേ ഡ്രീം എന്ന് പറഞ്ഞ കളറാണ് ഞാൻ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും ഭാഗം ഒന്ന് കവറപ്പ് ചെയ്യാനാണ്. ഓക്കെ, നമ്മുടെ ഈ കണ്ണിൻ്റെ മുകളിൽ നമ്മൾ ഐലൈനർ എഴുതത്തില്ലേ, അതിൻ്റെ അവിടെയായിട്ട് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കണ്ണിൻ്റെ ഈ സൈഡിലും ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന അതേ ഷെയ്ഡ് ഇവിടെ കുറച്ച് കൊടുത്തിട്ട് ഇവിടെയും ബ്ലാക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണിൻ്റെ 2 സൈഡിലും, അതായത് അപ്പിലും ഡൗണിലും ഞാൻ ബ്ലാക്ക് കളർ എന്താണ് ഐ ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി ഡാർക്കർ ആക്കാനായിട്ട്. ഇത് നമ്മളൊരു ഷിമ്മർ ഷെയ്ഡാണ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് വിരലിലും എടുക്കും. ഞാൻ എൻ്റെ ഈ വിരലിലാണ് എടുക്കുന്നത്. എടുത്തിട്ട് കണ്ണിൻ്റെ മിഡ് പോർഷനിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് മുൻപെടുത്ത ബ്ലാക്ക് കളർ എന്താണ് ഐ ഷാഡോ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ എഡ്ജുകളിൽ 2 സൈഡിലും പിന്നെ ഈ എൻഡിലും എന്ത് ചെയ്യുക, ഫിൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് മുമ്പ് എന്താണ് ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്ത
ഇങ്ങനെ ഒരു ബ്രഷ് എടുക്കുക. നമ്മളിപ്പോൾ ചെയ്ത സംഭവം ഒന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കുക. ഇനി കുറച്ച് മുമ്പ് എടുത്ത ഷിമ്മർ ഷെയ്ഡ് ഒന്നെങ്കിൽ കയ്യിലെടുക്കുക, പിങ്കി നമ്മൾ കുഞ്ഞു വിരലിലെടുക്കുക, എന്നിട്ട് കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഓക്കെ. ഇനി ഏറ്റവും വലിയ പരിപാടി മസ്കാരയുള്ള, പിന്നെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം കണ്ണെഴുതുക. ഞാൻ ഈ വാട്ടർ ലൈൻ്റെ അവിടെ എഡ്ജിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ആൻറ്റി കോർണറിൽ എഴുതാൻ മറക്കരുത്, കാരണം നമ്മളവിടെ എന്തിട്ടിട്ടുണ്ട്, ഷിമ്മർ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ എഡ്ജിൻ്റെ ഇവിടെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക, കണ്ണിനുള്ള തിക്നെസ് കിട്ടാനായിട്ട്. അപ്പൊ നമുക്ക് ഫൈനൽ ഒന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇങ്ങനത്തെ കൂടുതൽ സിമ്പിൾ വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.